ഈ വീക്കെൻഡുമൊക്കെ ന്യൂസിലാൻഡിൽ ലേബർ ഡേ ആയിരുന്നു. അതുകൊണ്ട് പണിയുള്ള ഞങ്ങൾക്കാർക്കും പണി ഉണ്ടായിരുന്നില്ല. ഒരു ഉച്ചമുക്കാലായപ്പോൾ എണീറ്റിട്ട് നേരെ കേമാട്ടിക്ക് വിട്ടു. ഈ വീക്കെൻഡാണ് ഞങ്ങളുടെ ആഷിക്കുട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത്. അവന് ഏറ്റവും ഇഷ്ടം കാർസാണ്. പക്ഷെ കാർസ് കണ്ടിട്ട് ഏറ്റവും എക്സൈറ്റഡ് ആയത് ഈ മുതുക്ക് കാളയാണ്. കാറും വാങ്ങിച്ച് ബില്ലടിച്ച് നേരെ ആഷിയുടെ അടുത്തേക്ക് വിട്ടു, അവനൊരു അടിപൊളി സർപ്രൈസ് കൊടുക്കാനായിട്ട്. പക്ഷെ സർപ്രൈസ് കിട്ടിയത് മക്കാണ്. ഈ പിള്ളേരൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ അവരുടെ ഫുൾ കോൺസെൻട്രേഷൻ അതിൽ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സാധനം അവൻ്റെ കൺമുമ്പിൽ ഇരുന്നിട്ടും അവൻ അത് കണ്ടുപിടിക്കാൻ കുറേ സമയമെടുത്തു. എവിടെ വെക്കും നമ്മൾ? ആശി സ്പോട്ട് നോക്കി എവിടെ വെക്കൂന്ന്? ബലൂൺ അവിടെ തൂക്കും ആശി. നമ്മൾ എവിടെ നോക്കണ്ടേ? എവിടെ വെക്കുന്നേ നോക്കി, എവിടെ വെക്കണം നമ്മള്? അവിടെ ബലൂൺ എവിടെ വെക്കണ്ടേ? എവിടെ വെക്കണ്ടേ നമ്മള്? കണ്ടോ, നീ ഉദ്ദേശിച്ച് നടന്നില്ലല്ലോ. എനിക്കറിയാത് ഈ ബലൂൺ കൈ കിട്ടിയാലും ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടി ഞാൻ ഇതെല്ലാം സഹിച്ചു. നീ ഇത് കണ്ടോ? ഇതൊരു ഗിഫ്റ്റ് ആണ്, ഞാൻ മേടിച്ചോണ്ട് വന്നതാ. ഇതെന്ത് ഇങ്ങനെ നിക്കുന്ന? നോക്ക്, പതുക്കെ പതുക്കെ. സത്യം പറഞ്ഞാൽ ഈ പിള്ളേരുടെ സൈക്കോളജി മനസ്സിലാക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല എന്നുള്ളതിന് വലിയൊരു തെളിവാണിത്. അവസാനം സർപ്രൈസ് കൊടുത്ത ഞങ്ങൾക്ക് തന്നെ അവൻ സർപ്രൈസ് തന്ന് നമ്മൾ തന്നെ അവനെ കാണിച്ചു കൊടുക്കേണ്ട അവസ്ഥയായിരുന്നു. ബട്ട് സ്റ്റിൽ ഹീ ലൈക്സ് ദാറ്റ് ഗിഫ്റ്റ്. എത്ര പ്രായമായാലും ഈ ആമ്പിള്ളേർക്ക് ഈ കാറിനോടുള്ള ക്രേസ് ഒന്നും മാറില്ല എന്നുള്ള വലിയ തെളിവാണ്. പിള്ളേരെക്കാൾ കൂടുതൽ അത് കളിച്ചത് ഈ മുതുക്ക് കിളവന്മാരാണ്. ഇത് കൗതുകത്തോടു കൂടിയാ നോക്കി എല്ലാവരും. പിന്നെ എല്ലാം ഷഡബഡേ എന്നായിരുന്നു. ബലൂൺസ് ഒക്കെ സെറ്റ് ചെയ്ത്, ടേബിളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം കൊണ്ടും അടിപൊളിയാക്കി. ഓ, മോൻ തിന്നില്ലല്ലേ? സോറി. അതിനുശേഷം വൈകുന്നേരം നേരെ പള്ളിയിലേക്ക് വിട്ടു. ഇന്ന് നമ്മുടെ പള്ളിയിൽ പെരുന്നാളാണ്. അതിനുശേഷം രാത്രി വി ഹാഡ് അവർ റിയൽ ഫൺ. അഷീറുടെ കളിക്കൽ ഞങ്ങളുടെ മെയിൻ ഹോബിയാണ്.